വൈസ് ചാൻസലർ തീരുമാനിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവകാശം എടുത്തുകളയുന്ന UGC ചട്ടങ്ങൾക്കെതിരെ കേരളം VC നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമുണ്ടാകില്ലെന്ന നിലപാടിലെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെയും UGCയെയും സംസ്ഥാനം അറിയിക്കും. കരടിന് അംഗീകാരവും നൽകും. മുൻപ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും UGCക്കും കത്തയക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ന്യൂസ് 18നോട് പറഞ്ഞു. വൈസ് ചാൻസലർ നിയമനത്തിന്റെ സമ്പൂർണ്ണ അധികാര കേന്ദ്രമായി ചാൻസലർമാരെ മാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ നയങ്ങളും താൽപ്പര്യങ്ങളും സർവകലാശാലകൾ നടപ്പാക്കാനാണ് ഈ നീക്കമെന്നാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളുടെ നിലപാട്. സർവകലാശാലകൾ സംസ്ഥാന സർക്കാരിൻ്റേതാണ്. അവിടെ സംസ്ഥാന ഗവൺമെന്റ് അവകാശങ്ങൾ തടയുന്ന നിലപാട് പ്രതിഷേധാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റുകളുടേതാണ് പൊതു സർവകലാശാലകൾ. അത്തരം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പങ്കും പാടില്ല എന്നുള്ള രീതിയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയും UGCയുടെയും നിലപാട് അത്യന്തം പ്രതിഷേധാർഹമാണ്. VCമാരുടെ യോഗ്യതകൾ സംബന്ധിച്ച ചട്ടങ്ങളിലും സംസ്ഥാനത്തിന് എതിർപ്പുണ്ട്. വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് പുറമെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വ്യവസായ പ്രമുഖർക്കും VCമാരാകാമെന്ന നിർദ്ദേശം അംഗീകരിക്കാനാകില്ല. പ്രധാനപ്പെട്ട വ്യവസായ പ്രമുഖരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസ് വയ്ക്കാൻ കമ്മീഷനെ നിയോഗിച്ച സർക്കാരുകളാണ് നമ്മൾ കണ്ടത് മുൻപ്. അത് വളരെ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അക്കാദമിക ഗുണമേന്മയും ഇന്റലക്ച്വൽ കേപ്പബിലിറ്റീസുമായിരിക്കണം ഒരു VC നിയമനത്തിൽ സുപ്രധാനമായ ഘടകമാകേണ്ടത്. അതിനു പകരം വ്യവസായ പ്രമുഖർക്കോ അതല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ വൈസ് ചാൻസലർമാരാകാമെന്നുള്ള സ്ഥിതി വന്നാൽ അത് നമ്മുടെ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രതിലോമകരമായ ആഘാതമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. VC നിയമന അധികാരം പൂർണ്ണമായും ഗവർണറിലേക്ക് മാറുന്നതിനെ പ്രതിപക്ഷവും എതിർക്കുകയാണ്. ഇതിന് ബദൽ മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുണ്, ഇപ്പോൾ നമുക്കറിയാം ഇന്നലെ തന്നെ സെനറ്റ് അംഗങ്ങളടക്കം സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ വിഷയത്തിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. കേന്ദ്ര സർക്കാരും UGCയും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? മറ്റ് നിയമ വഴികൾ സ്വീകരിക്കാൻ സംസ്ഥാനമടക്കം ഇത് തയ്യാറാകുമോ എന്നാണ് മനസ്സിലാക്കേണ്ടത്? UGCയുടെ കരട് ചട്ടമാണ് ഇതുവരെ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. അതിൽ ചർച്ചകളുണ്ടാകും, പൊതുജനങ്ങൾക്ക് അഭിപ്രായമുള്ള അവസരമുണ്ടാകും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും അഭിപ്രായം പറയാം. ആ അഭിപ്രായ പ്രകടനമാണ് സംസ്ഥാനം ഇപ്പോൾ നടത്താൻ പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ നിലപാട് കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ UGCയും അറിയിക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നത്. സംസ്ഥാനത്ത് ഗവർണറുമായുള്ള സർക്കാരിൻ്റെ ഏറ്റുമുട്ടലിൽ ചില വിഷയങ്ങളിലെങ്കിലും സർക്കാരിനൊപ്പമായിരുന്നില്ല പ്രതിപക്ഷമുണ്ടായിരുന്നു. പക്ഷേ സർവകലാശാല വിഷയത്തിൽ ഗവർണർമാർക്ക് ഏകാധിപത്യപരമായ അധികാരം നൽകുന്ന നിലപാടിനെതിരെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും സർക്കാരിനൊപ്പം നിൽക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ പ്രതിപക്ഷ VD സതീശൻ ഗവർണർമാർക്ക് ഇത്തരം അധികാരം നൽകുന്നതും അതുപോലെ തന്നെ കേന്ദ്ര നയങ്ങൾ നടപ്പാക്കാൻ യഥേഷ്ടം നടപ്പാക്കാൻ കഴിയുന്ന സാഹചര്യമൊരുക്കുന്നതും ശരിയല്ല എന്ന നിലപാട് പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഇതിൽ മറ്റൊരു വഴിയുമില്ലാത്ത അവസ്ഥയുണ്ട്. കാരണം UGC അങ്ങനെ കാര്യങ്ങൾ തീരുമാനിച്ചു പോയാൽ സംസ്ഥാന സർക്കാരിന് വഴങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ BJP ഭരിക്കുന്നു, നാളെ മറ്റൊരു മുന്നണി ഭരിച്ചേക്കാം. അപ്പോഴും ആ ഭരണ മുന്നണിയുടെ താല്പര്യമുള്ള ആളുകൾ മാത്രം സർവകലാശാലകളുടെ തലപ്പത്തേക്ക് വരുമെന്നൊരു സാഹചര്യമുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ, ഇത്രയും നാളതൊരു വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വിദ്യാഭ്യാസ രംഗത്തെ പ്രധാനികൾക്ക് മാത്രമേ VCമാരെ വരാൻ കഴിയുമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള 10 വർഷത്തിലേറെ അക്കാഡമി രംഗത്ത് മാത്രമല്ല വ്യവസായ രംഗത്ത് പ്രവർത്തിച്ച മുതിർന്ന വ്യവസായികൾക്ക്, പ്രധാനപ്പെട്ട പ്രമുഖ വ്യവസായികൾക്ക് പോലും സർവകലാശാലകളുടെ തലപ്പത്തേക്ക് വരണം. ഭരണ മികവ് മാത്രം സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരാകാൻ ഒരു യോഗ്യതയായി ഇപ്പോൾ UGC കാണുകയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയാണ്. അത്തരം വ്യവസ്ഥകളെങ്കിലും മാറ്റണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഏതായാലും സംസ്ഥാനം UGCക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും വൈകാതെ കത്തയക്കും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ പ്രതിഷേധങ്ങളും സംസ്ഥാനത്തുണ്ടാകും. അതിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരേ നിലപാടെടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.